ഫെഫ്ക ഇത്തരത്തിലൊരു തീരുമാനം നേരത്തെ പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണോ? ഞങ്ങളുമായിട്ട് ആലോചിച്ചില്ല. അയാൾ മരുന്ന് കാണുന്നുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഫെഫ്കയുടെ ഓഫീസിൽ വന്ന് അവരെ കാണുന്നു എന്ന് പറഞ്ഞതിനകത്ത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടത് അയാളെ മാറ്റി നിർത്തണോ വേണ്ടേ എന്നൊരു തീരുമാനം എടുക്കേണ്ടത് പ്രൊഡ്യൂസർ അസോസിയേഷനാണ്. അയാളെ സിനിമയിൽ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നുള്ളത്. കാരണം സിനിമയിൽ ആളെ കാസ്റ്റ് ചെയ്യുന്നത് നിർമ്മാതാവാണ്, ശമ്പളം കൊടുക്കുന്നത് നിർമ്മാതാവാണ്. അപ്പോൾ സംവിധായകനുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ആരെങ്കിലും കാസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുമായിട്ട് ആലോചിച്ചത് സിനിമയുടെ ഒരു ഇതാണ്. എന്നാലും അതിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളെന്ന നിലയിൽ അയാൾ വേണോ അയാളല്ലാതെ വേറൊരാൾ വേണോ എന്ന് തീരുമാനിക്കേണ്ട അവകാശം നിർമ്മാതാവിന് തന്നെയാണ്. അതല്ലാന്ന് അവർ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പക്ഷേ അതാണ് എൻ്റെ തീരുമാനം. ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടതിൻ്റെ മെയിൻ ആവശ്യകത ഞങ്ങൾക്കാണ്. കാര്യം സാമ്പത്തികം മുടക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരാൾ വരാതിരുന്നതിൻ്റെ കോസ്റ്റ് കൂടുന്നത് ഞങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അതിനോടൊപ്പം അവർ നിൽക്കുകയാണ് വേണ്ടത്. ശക്തമായ ആക്ഷൻ ഉണ്ടാവും, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാര്യം ഞങ്ങളൊരു തീരുമാനം ഇപ്പോഴേ എടുത്തിട്ട് പിന്നെ IC തീരുമാനം വന്നിട്ട് അത് നടപ്പാക്കാൻ പോയാൽ അത് ശരിയല്ല. അത് നമ്മൾ അതിനെ മാനിക്കുന്നു. ഒരു ജുഡീഷ്യൽ പവറുള്ളതാണ് IC. അതിൻ്റെ തീരുമാനം എന്താവട്ടെ, ആ തീരുമാനം നടപ്പാക്കിയ ശേഷം ഞങ്ങൾ തീരുമാനം എടുക്കുക. ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ബാക്കി പലരും ഉണ്ട്. അതെല്ലാം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും, സംശയമൊന്നുമില്ല.